2025 മെയ് 15 വ്യാഴാഴ്ച ഇടവമാസം 1-ാം തീയതി. ഇടവമാസം പിറക്കുന്നതോടുകൂടി ജീവിതത്തിലെ സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഇവർ എത്തുന്നു. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്ന നാളുകളാണ് ഇനി ഇവരെ സംബന്ധിച്ച് വന്നു ചേരുന്നത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അകന്ന് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും. തള്ളിപ്പറഞ്ഞവരും പുച്ഛിച്ചവരുമൊക്കെ അടുത്തുകൂടുന്ന സമയമായിരിക്കും. വ്യാഴാഴ്ച മുതൽ ഇടവമാസം 1-ാം തീയതി മുതൽ എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ, ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഒക്കെയും അറിയാം. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന, നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇനി നടന്നു കിട്ടുന്ന സമയമാണ്. ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുന്ന സമയമായിരിക്കും. ഒരുമ വന്നു ചേരും. ബിസിനസ്സൊക്കെ വിജയിക്കും. ബിസിനസ്സിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരു ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം തന്നെയായിരുന്നു. അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം. പുച്ഛിച്ചവരും അപമാനിച്ചവരും ആയിരുന്നു ഏറെയും. എന്നാൽ ഒരു വലിയ മാറ്റം ഇടവമാസം 1-ാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഇവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയമാണ്. വിദേശ യോഗം കാണുന്നു. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ ഇവർക്ക് സാധ്യമാകും. ഇവരെ സംബന്ധിച്ച് ഈ ഇടവമാസം ഏറ്റവും അധികം ഭാഗ്യം പിറക്കുന്ന സമയം തന്നെയായിരിക്കും. ചോതി നക്ഷത്ര ജാതകരാരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരോട് പറഞ്ഞേക്കൂ, ഇനി നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് എന്ന്. ഈ ഒരു മാസക്കാലം നിങ്ങളുടെ സകലവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും. എന്തുമാത്രം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഓരോരോ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. തഴഞ്ഞവരും തള്ളിപ്പറഞ്ഞവരും അടുത്തു കൂടുന്ന സമയമാണ്. ചേർത്ത് പിടിക്കാൻ അവരുണ്ടാകും, എങ്കിലും ഒരു സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ അവരെ വീക്ഷിക്കാവൂ. ശത്രുശല്യം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ. ഈ ശത്രുശല്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ്. നിങ്ങളിതൊന്ന് എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും. നാളെ ഇടവമാസം 1-ാം തീയതിയാണ്. നാളെ മുതൽ നിങ്ങളുടെ നല്ല കാലം ആരംഭിക്കും. ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും നിങ്ങൾക്കിനി ആസ്വദിക്കാൻ കഴിയും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു രാജയോഗം തന്നെ അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന 2-ാമത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും ഈ നക്ഷത്ര ജാതകർ. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ശത്രുശല്യം ധാരാളമുള്ള സമയമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഏത് കാര്യത്തിലും വലിയ അലച്ചിലുകൾ തന്നെയാണ്. ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ മടിയും തടസ്സങ്ങളും പ്രശ്നമായി വരുന്നുണ്ട്. എന്നാൽ അതൊക്കെ മാറി രക്ഷപ്പെടുവാൻ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കുന്നു. ഈശ്വരാധീനം വർദ്ധിക്കും. ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാകും. അധികാര സ്ഥാനം ലഭിക്കും. ദുഃഖം ഒക്കെ തീർന്ന് ഒരുപാട് രക്ഷപ്പെടുവാനും ഒരുപാട് ഉയർച്ചയിലെത്തുവാനും നിങ്ങൾക്ക് കഴിയും. രേവതിയുടെ ഏറ്റവും അനുകൂലമായ സമയമാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഉയർച്ചയുടെ സമയമാണ്. 3-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്ര ജാതകർ തീർച്ചയായും പോകേണ്ടതായ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പോവുക. അവിടെ വഴിപാടുകൾ അർപ്പിക്കുക. ഭൈരവന് വഴിപാട് അർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭൈരവനും വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഏറ്റവും കൂടുതൽ നേട്ടവും ഏറ്റവും അധികം ഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ്.
രാജയോഗമാണ്. പഞ്ചരാജയോഗം എന്ന് നമുക്കിതിനെ വിളിക്കാം. ഇടവം പിറക്കുന്നതോടുകൂടി ജീവിതത്തിൽ എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും. പുണർതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഉദ്യോഗം ലഭിക്കും. ധാരാളം സമ്പാദിക്കാൻ കഴിയും. ലക്ഷങ്ങൾ കയ്യിൽ വരും. എല്ലാ രീതിയിലും നേട്ടമാണ്. എല്ലാ രീതിയിലും ഐശ്വര്യമാണ്. സമൃദ്ധിയാണ് കാണുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടുവാൻ പുണർത്തത്തിന് ഇനി സാധ്യമാകുകയാണ്. ദേവീക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. അവിടെ ബഗളാമുഖി അർച്ചന നടത്തുക. ശത്രുശല്യം ധാരാളമുണ്ട്. അത് അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൻ്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമൊക്കെ നിങ്ങളിലുണ്ട്. ശരിയാണോ അല്ലയോ? കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. നാളെ ഇടവമാസം 1-ാം തീയതിയാണ്. അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി ഗണപതി ഹോമം നടത്തി പ്രാർത്ഥന നടത്തുന്നതാണ്. തീർച്ചയായും വലിയൊരു നേട്ടം, വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടി വരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറി ഗജകേസരി യോഗത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നു. ആഗ്രഹങ്ങൾ സഫലമാകുന്നു. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുന്ന സമയം. പിണക്കങ്ങളൊക്കെയുള്ളവർക്ക് പിണക്കങ്ങളൊക്കെ മാറി ഒന്നാകാൻ കഴിയുന്ന അവസരം കൂടിയാണ് ഇത്. ഒരു കാര്യവും നിസ്സാരമായി കാണരുത്. ഗൃഹനിലവാരം വളരെ നല്ലതാണ്. എന്ത് വിചാരിച്ചാലും നടക്കുന്ന സമയമാണ്. മനസ്സിൽ എന്താഗ്രഹമുണ്ടോ അതൊക്കെ നടന്നു കിട്ടും. കഴിഞ്ഞ 1.5 വർഷക്കാലമായി അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല എന്ന് പറയാം. പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അത് നടക്കുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ശരിയാണോ അല്ലയോ? ക്ഷേത്രദർശനം നടത്തുന്നുണ്ട്, വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതിൻ്റെ ഫലാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല. ഇനി നിങ്ങളുടെ ആശകൾ നിറവേറും. ഇടവമാസം 1-ാം തീയതി പിറക്കുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഇടവമാസം ഏറ്റവും അനുകൂലമുള്ള നക്ഷത്രജാതകർ ഭരണി നക്ഷത്രജാതകർ തന്നെയാണ്. ഭരണിക്കിത് നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും. ലോട്ടറി ഭാഗ്യം വരെ കാണുന്നുണ്ട്. ധനധാന്യ സമൃദ്ധി എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തുന്ന സമയം. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അതൊക്കെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടുവാൻ വഴിയൊരുക്കും. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഭരണി നക്ഷത്ര ജാതകനുണ്ട് എങ്കിൽ അവർക്ക് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും നാളുകൾ എത്തി എന്ന് പറയുക. ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. പല അവസരങ്ങളും നിങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ തിരികെ ലഭിക്കുന്ന സമയമാണ്. ഇനി ഉയർച്ചയിലെത്തും. ആഗ്രഹിച്ചതും നേടിയെടുക്കാൻ കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ധൈര്യമായിട്ടിരിക്കാനേ ഞാൻ പറയുകയുള്ളൂ. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള ഒരു വലിയ യോഗം വന്നു ചേരുന്നു. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ്. ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല. തടസ്സങ്ങൾ തന്നെ എന്ന് പറയാം. എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു നേട്ടം വന്നു ചേരുന്നില്ല. എന്നാൽ ഇനി കോടീശ്വര യോഗമുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനി ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ബഗളാമുഖി അർച്ചന നടത്തുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ഇനി ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളും തിരിച്ചു പിടിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല ജോലിയൊക്കെ ശരിയാകും. പിണക്കമൊക്കെ മാറി അടുക്കുവാൻ, ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി അടുക്കുവാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. പരിവർത്തന യോഗം അനുഭവിക്കാനുള്ള യോഗമൊക്കെ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. ധൈര്യമായിട്ടിരിക്കുക. സങ്കടപ്പെടേണ്ട. ഓർത്തു വെച്ചോളൂ, ഇനി നിങ്ങളുടെ നല്ല സമയമാണ്. ഏറ്റവും അനുകൂലമായ സമയം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയൻ നക്ഷത്രമാണ്.
മഹാദേവൻ്റെ അനുഗ്രഹം ചതയ നക്ഷത്ര ജാതകർക്കൊപ്പമുണ്ട്. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ഇടവമാസം. ഇടവമാസത്തിൽ ഇവർക്ക് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ സാധിക്കും. ധാരാളം ധനം ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഐശ്വര്യമാണ്. ലോട്ടറി ഭാഗ്യം വരെയുണ്ട്. ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ പോലും അതിൽ നിന്നും ഒരു ചെറിയ തുകയെങ്കിലും ഭാഗ്യമായിട്ടൊക്കെ കാണാൻ കഴിയുന്ന സമയമാണ്. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. പ്രതിസന്ധികളിൽ പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ അനുകൂലമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന സമയമാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കൂ. ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ്. നിങ്ങൾ എന്തിനാണോ വേവലാതിപ്പെടുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേരെയാകും, ശരിയാകും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. പല തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും. എല്ലാ കാര്യങ്ങളും നല്ലതായി ഭവിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഐശ്വര്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ചതയത്തിനിത് ഭാഗ്യമാണ്. മഹാദേവൻ്റെ അനുഗ്രഹം ധാരാളം ലഭിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്ന സമയം. ലോട്ടറി അടിച്ച് കോടീശ്വരനാകും എന്ന് പറയുന്നില്ല, പക്ഷേ ലോട്ടറി അടിക്കും. ഒരു ചെറിയ തുകയെങ്കിലും ലോട്ടറിയിലൂടെ സമ്മാനമായി അടിക്കുവാനുള്ള യോഗമൊക്കെ രോഹിണിക്കുണ്ട്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. നല്ല ഒരു ഉയർച്ചയാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ഒന്നുമില്ലാത്തവർക്ക് ലക്ഷങ്ങൾ കയ്യിൽ വരുന്ന സമയമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ്. പല മുടങ്ങിക്കിടന്ന കാര്യവും നടന്നു കിട്ടുന്ന സമയമാണ്. പരീക്ഷയിൽ ജയിക്കും, നല്ല ജോലി ലഭിക്കും. ഇവർ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഇനി ഇവർക്ക് ഉയർച്ചയും ഭാഗ്യവും നേട്ടവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അത്രയധികം സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. പല ആൾക്കാരുടെയും തരം താഴ്ത്തലുകൾ ധാരാളം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഇടവമാസം വലിയൊരു അവസരം തന്നെയാണ്. പ്രയോജനപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നല്ല നാളുകളാണ് ആരംഭിക്കാൻ പോകുന്നത്.